ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മൾ കണ്ടിറങ്ങിയിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. വീട്ടിലെത്തി സ്വസ്ഥമായിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും അത് വേണ്ട, നമുക്കതിനു വേണ്ടി സമയം കളയേണ്ടതില്ല. ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർ, ദിലീപിൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരായ ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അവർക്ക് ഈ സിനിമ കാണണമെന്നോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ പറയാം. അധികം വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്യാമറ ഞാൻ ഓണാക്കുന്നു, കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസിൽ പിടിച്ച് ഓടിക്കാൻ പറ്റുന്നതാണ്. ഈ പോക്കറ്റിലിട്ട് നമ്മൾ ഒരു വീഡിയോ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ കണ്ടാൽ മതി. ഇത് വലിയ അതിൻ്റെ സംസാരമാണല്ലോ പ്രധാനപ്പെട്ടത്. പൊതുവെ നമ്മൾ സംസാരം മാത്രമേ നമ്മുടെ ചാനലിലൂടെ പറയാറുള്ളൂ. ഫേസ്ബുക്ക് അങ്ങനെ കാണിക്കാറില്ല. പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ് ബിയിലേ പറയില്ല. അതുപോലെ നമുക്ക് പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അത് നമ്മൾ പറയുന്ന വാക്ക് ചിലപ്പോൾ ചില ആൾക്കൊക്കെ ശബ്ദമൊക്കെ കേട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല എന്നല്ല, ചിലർ നമ്മുടെ ചാനലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഏതായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. ഞാൻ അതിൻ്റെ മറ്റ് സംസാരങ്ങളിലേക്ക് നീക്കുന്നില്ല. സിനിമ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ദിലീപിൻ്റെ ഒരു സിനിമ പിന്നെ കണ്ടിട്ട് സന്തോഷമുള്ളത്. അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നതാണ് നല്ലത്. നമ്മൾ ദിലീപിനെ ഒരു കാലത്ത് നമുക്ക് ദിലീപിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആ ഇഷ്യൂ വന്നപ്പോഴത്തോടുകൂടി ദിലീപിൻ്റെ സിനിമകളും അതിനുശേഷം അത് ഇഷ്യൂ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ദിലീപിൻ്റെ സിനിമകൾ വളരെ മോശമായി തുടങ്ങി. രാമലിയിലേക്ക് മാത്രമാണ് ഒരു സന്തോഷം കിട്ടിയത്. ബാക്കി ചെറിയ പടങ്ങൾ ഇപ്പോൾ ചന്ദ്രേട്ടൻ എവിടെയാ പോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു തിയേറ്ററിൽ എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ചില സിനിമകളൊക്കെ നമുക്കൊരു ആവർത്തന വിരസത വല്ലാതെ തോന്നി. പല സിനിമകളും നമുക്ക് അങ്ങനെ കണ്ട്, ഇപ്പം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു കിങ് ലെയർ ആവട്ടെ, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പക്ഷേ അതിന് ശേഷം വന്ന ദിലീപിൻ്റെ നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വന്ന ഡയറക്ടേഴ്സിൻ്റെ നല്ല പടങ്ങളൊക്കെ ആണെങ്കിലും ചിലതൊന്നും ക്ലിക്കായില്ല. അങ്ങനെ ദിലീപിന് ഏറ്റവും മോശം സമയത്തെ കൂടിയാണ് ദിലീപ് കടന്നു പോകുന്നത്. ആ സമയത്താണ് ദിലീപിൻ്റെ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി രംഗത്തേക്ക് വരുന്നത്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ട. എന്തുകൊണ്ടാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ദിലീപിൻ്റെ ഇത്രയും റിസ്ക് എടുത്ത ദിലീപിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് തോന്നിയിരുന്നു. എനിക്കും ആദ്യം തോന്നിയിരുന്നു, എന്തിനാണ് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ മറ്റ് നടന്മാരുടെ ലീക്കൊക്കെ അവൈലബിൾ ആണ്, എന്തിനാണ് ഇങ്ങനെ. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സിനിമ അതിൻ്റെ കണ്ടന്റ് വളരെ റെലവൻ്റ് ആയൊരു കണ്ടന്റ് നമ്മളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ വളരെ കൃത്യമായി ഈ കണ്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു നിമിഷം ഉണ്ടല്ലോ. ഇത് മിക്കവാറും ഈ സിനിമ ഇങ്ങനെയായിരിക്കും പോകുക എന്നൊക്കെ നമുക്ക് തോന്നും. പ്രഡിക്റ്റബിൾ ആണോ ചോദിച്ചാൽ പ്രഡിക്റ്റബിൾ ഒക്കെയാണ്. പ്രഡിക്റ്റബിൾ അല്ലാത്ത സിനിമയൊന്നുമല്ല. ഇതൊരു കുടുംബ സിനിമയാണ്, പക്ഷേ ചെറിയ സിനിമയല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. മേക്കിങ്ങിൻ്റെ ഒരു കാരണം, മേക്കിംഗ് കുറച്ചും കൂടി ഈസി ആവുന്നു. അതിൻ്റെ കണ്ടന്റ് വളരെ റെലവൻ്റ് ആയതും ജനങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യുന്നതുമായ, അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ കുറേ കഥാപാത്രങ്ങളും കഥാപരിസരവുമാണ് നമുക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള, അതായത് ഒന്നും വെച്ച് കെട്ടാത്ത രീതിയിലുള്ള, നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് മോശമല്ലേ, കഥ സസ്പെൻസ് പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമ മികച്ച ഒരു സിനിമയായിട്ട് മാറാനുള്ള ഒരു കാരണം അതിൻ്റെ കണ്ടന്റും അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ റൈറ്റിംഗ് സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ്. ഡയറക്ഷൻ അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് ദിലീപിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ദിലീപിൻ്റെ കഴിഞ്ഞ ക്ലീഷേ കുറേ പെർഫോമൻസ് സിനിമ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നുവേ ഈ സിനിമ പണ്ട് ദിലീപിൻ്റെ ഒരുപാട് സിനിമ കണ്ട് നമ്മൾ പ്രതീക്ഷയോടെ കയറിയ കുറേ പേർക്ക് വലിയ നഷ്ടമാണ്, മാനസികമായ നഷ്ടം ഉണ്ടാവാറാണ് പതിവ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ ഒന്നും ദിലീപിൻ്റെ സിനിമ കാണാൻ പോകില്ല. നമ്മളിപ്പം ഇന്ന് അവസരം കിട്ടിയോണ്ടാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ അതൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുള്ളൂ. അത്രയേറെ ദിലീപിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വളരെ കുറഞ്ഞു. സത്യതാണ്, ദിലീപിൻ്റെ ഫാൻസൊക്കെ വളരെ രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ സിനിമ കാണാൻ തുടങ്ങും. ദിലീപ് സിനിമ ക്ലീഷേ പഴയ മോഡൽ തന്നെ വരുന്നു എന്ന് ആദ്യമൊക്കെ ചെറുങ്ങനെ എനിക്കൊരു ഫീൽ അടിച്ചു. അത് ചിലപ്പോൾ എനിക്ക് മുമ്പ് സിനിമകൾ കണ്ടുകൊണ്ട് തോന്നിയതുകൊണ്ടായിരിക്കും, അതെനിക്ക് എല്ലാവർക്കും തോന്നണമെന്നില്ല. പക്ഷെ പിന്നീട് സിനിമ ട്രാക്കിലേക്ക് ഒരു കയറും, അത് നമുക്ക് മനസ്സിലാവും സിനിമ ട്രാക്കിൽ കയറുന്നതെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ആ ട്രാക്കിലേക്ക് കയറിയതിനു ശേഷം പിന്നെ നമുക്ക് പ്രിൻസിനെ കാണാൻ പറ്റും, ദിലീപിനെ കാണാൻ പറ്റും. പലപ്പോഴും ദിലീപിൻ്റെ ഒരു പ്രശ്നം എന്ന് ദിലീപിൻ്റെ കുറേ സെയിം മാനറിസംസ് എല്ലാ സിനിമയിലും ഇട്ട് ഡംപ് ചെയ്ത് ആണ് പൊതുവെ സിനിമകൾ ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം. ദിലീപ് പ്രിൻസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രിൻസ് ആയിട്ട് ദിലീപ് അത് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ പ്രിൻസിന് പറ്റിയൊരു ക്യാരക്ടർ ആണ് ദിലീപ് തന്നെയാണ് അതിൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതി തന്നെയാണ്. അതുപോലെ അതിൽ ഏറ്റവും ദിലീപിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ദിലീപ് തന്നെയാണ് എൻ്റെ നെടുന്തൂടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ദിലീപിൻ്റെ അതായത് എൻ്റെ നായിക കഥാപാത്രം, അത് ഗംഭീര പെർഫോമൻസാണ്. ഞാൻ അടുത്ത കാലത്ത് നമുക്ക് തോന്നില്ല ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നേ അങ്ങനെ തോന്നുന്ന രീതിയിൽ
ഇങ്ങനെ ഒരാളെ എനിക്ക് അതാരാണെന്നൊന്നും അറിയില്ല. ഞാൻ അത്ര രീതിയിൽ സിനിമയുടെ മറ്റു രീതിയിൽ നമ്മളതിൻ്റെ വലിയ കണ്ടന്റുകളൊന്നും പറയുന്ന ആൾക്കാരല്ല. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് നമ്മുടെ കമൻ്റൊക്കെ നമ്മൾ പറയാറ്. ആ രീതിയിൽ നോക്കുമ്പോൾ ദിലീപിൻ്റെ ആ ചിത്രം വളരെ ആ നായികയുടെ പെർഫോമൻസ്, ആ ചിത്രത്തിലെ നായികയുടെ പെർഫോമൻസ് എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല പ്രോമിസിങ് ആയൊരു നടി എന്ന് നമുക്ക് തോന്നും. അവരുടെ പേരും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയായിരിക്കും. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ അന്നേരം നോക്കിയിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ അതിനകത്ത് അത്ര വരെ വെയിറ്റ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതൊരു പെർഫോമൻസ് ആണ്. പിന്നെ ചെറിയ ചെറിയ റോളുകളിൽ വന്ന കുറേ പേരുണ്ട്. ജോണി ആൻ്റണി ആവട്ടെ, ധ്യാൻ ശ്രീനിവാസൻ ആവട്ടെ, മഞ്ജു പിള്ള പോലെ, അങ്ങനെ വളരെ അതായത് തെളിയിച്ച കുറേ നടന്മാർ. അവർക്കറിയാം അവർ ഭയങ്കര നടന്മാർ തന്നെയാണെന്ന് അറിയാം. അവർ വന്ന് അവരുടേതായ റോൾ അങ്ങ് പെർഫോം ചെയ്യും. അപ്പോൾ തന്നെ ഇതൊക്കെ സിങ്കാവും. അതാണ് എൻ്റെ പ്രത്യേകത. ദിലീപിൻ്റെ റോളിനോടൊപ്പം ഈ റോളുകളെല്ലാം മാച്ച് ചെയ്യുന്ന സമയത്താണ് ടോട്ടൽ സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനോടൊപ്പം അഭിനയിച്ച, അത് ദിലീപിനെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന കുറേ ആൾക്കാർ, ദിലീപിനെ സ്നേഹിക്കുന്നതെന്നും ദിലീപിനെ ഇഷ്ടപ്പെടുന്നതെന്നും തോന്നുന്ന കുറേ നടന്മാരായിട്ടുള്ള ആൾക്കാർ, നടിമാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ അവരെ നൈസ് ഔട്ട്പുട്ട് കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയേറെ മികച്ചതായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് കാണാം. തുടരും, മോഹൻലാൽ തുടരും എന്ന സിനിമയിൽ പ്രേക്ഷകരായിട്ട് തിരിച്ചു വന്നു, അതാക്ഷയുടെ ആ മനസ്സറിഞ്ഞ് തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവുണ്ട്. അതായത് നടത്തം, ദിലീപ് ഒരു മുന്നോട്ട് നടത്തം തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലം പിറകോട്ട് നടന്നാണ് ദിലീപ്. തിരിഞ്ഞ് വന്ന് ദിലീപ് നടത്തം തുടങ്ങുന്നുണ്ട്. ഇനി ദിലീപിൻ്റെ അടുത്ത സിനിമകൾ നമുക്കൊരു പ്രതീക്ഷ നൽകും. ഈ സിനിമയുടെ ഇതിൻ്റെ ഒരു ബേസ്മെൻ്റ് ആയിട്ട് മാറി അടുത്ത സിനിമകൾ കൂടി ഹിറ്റായ ദിലീപ് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ദിലീപിൻ്റെ തിരിച്ചു വരവാണെന്ന് പറഞ്ഞാൽ ദിലീപ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. തൻ്റെ പഴയ റൂട്ടിലേക്ക് ദിലീപ് തിരിച്ചു കയറുന്നു എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. നിങ്ങൾക്ക് ഒരു മോശം കാര്യങ്ങളോ ഇല്ല. ഫാമിലി ആയിട്ട് തന്നെ സിനിമയെ കാണുക, ഫാമിലി ആയിട്ട് സിനിമയെ ആസ്വദിക്കുക. ദിലീപിൻ്റെ സിനിമ പൊതുവെ ഫാമിലി ഓഡിയൻസ് ആണ് ദിലീപിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. കുട്ടികളും ഫാമിലിയും ലേഡീസും ഒക്കെ തന്നെയാണ് ദിലീപിൻ്റെ വലിയ സ്ട്രെങ്ത്. അവരാണ് ദിലീപിനെ ഈ രീതിയിൽ എത്തിച്ചത്. അപ്പോൾ ദിലീപ് എന്ന നടൻ്റെ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടും ദിലീപിനെ നമുക്കിതിൽ മാക്സിമം, ദിലീപിൻ്റെ ഈ സിനിമയ്ക്ക് മാക്സിമം നല്ല റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാലും നമ്മൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പോയത്. എനിക്ക് തോന്നുന്നു ഞാൻ തീരെ പ്രതീക്ഷിക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചില സിനിമകൾ നമ്മൾ നല്ലോണം പ്രതീക്ഷിച്ച് പോവുകയും കുഴപ്പമില്ലാന്ന് തോന്നിയാൽ നമ്മളുടെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഒന്നുമില്ല എന്ന് വെച്ചാൽ പൈസ പോയി എന്നൊക്കെ രീതിയിലാണ് നമ്മൾ കയറുന്നത്. കുറേ കാലമായിട്ട് ദിലീപ് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ട്രെയിലർ എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ സത്യം പറയില്ല, എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ടീസർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം വളരെ ജെന്യൂനായിട്ട് ഏജ് കല്യാണത്തിൻ്റെ കാര്യം പറയുന്ന ഒരു ടീസർ ഉണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം ജെന്യൂനായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ തന്നെ എനിക്കിത് ഹിൻ്റ് അടിച്ചത് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ട്രെയിലർ പിന്നെയും അതിൻ്റെ പാട്ട് സീനും ചിലതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പഴയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അതുതന്നെയാണ് ഇനിയും വരുന്നത് നമുക്ക് തോന്നിക്കുന്ന രീതി. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സിനിമ. ഏതായാലും സിനിമ എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നേ ഉള്ളൂ. പരമാവധി നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മസ്റ്റ് വാച്ചാണ്, നഷ്ടം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം.